മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ തൈക്കണ്ടിക്കുമെതിരെയുള്ള CMRL എക്സാലോജിക് അഴിമതി കേസിലെ പരാതിക്കാരനും BJP സംസ്ഥാന ഉപാധ്യക്ഷനുമായ ഷോൺ ജോർജ് ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. മാസപ്പടി കേസിൽ വീണയെ ED ചോദ്യം ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിൽ എത്തുമ്പോൾ കേസിന്റെ വിലയിരുത്തലാണ് ഷോൺ ജോർജിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, സ്വാഗതം ജനം ന്യൂസിലേക്ക്. നോക്കൂ, അങ്ങയുടെ വലിയൊരു നിയമ പോരാട്ടം അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് EDയുടെ ചോദ്യമുനയിലേക്ക് വീണ തൈക്കണ്ടി എത്തുന്നത്. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? മാത്രമല്ല, ഈ കേസിന്റെ ഇനി അങ്ങോട്ടുള്ള പുരോഗതി എന്താണ്? ഈ തെരഞ്ഞെടുപ്പിന് ഈ കേസുമായി ബന്ധപ്പെട്ട് വീണ ഇന്ന് ഹാജരായി വീണയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. പക്ഷേ ഈ കേസിൻ്റെ തുടങ്ങി വെച്ചതും കേസിൽ പരാതിയുമായി മുമ്പോട്ട് പോയതും വീണ വിജയനിലൂടെ ഈ കേസ് അവസാനിക്കാനല്ല. ഈ കേസിലെ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ്. പിണറായി വിജയനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ശിക്ഷിക്കപ്പെടുന്നവിടെ വരെ ഒരു കാരണവശാലും ഈ കേസിൽ നിന്ന് ഒരടി പോലും നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. ഒരു പരാതിക്കാരൻ എന്ന നിലയിൽ ഞാൻ തുടക്കം മുതൽ ഇന്ന് വരെ പറയുന്നൊരു കാര്യം, ഇതിൻ്റെ യഥാർത്ഥ പ്രതി പിണറായി വിജയനാണ്. ഈ പണം വീണയുടെ കമ്പനി കൈപ്പറ്റിയിട്ടുള്ളതും പിണറായി വിജയനുള്ള കൈക്കൂലിയായിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കേസിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ വരുന്നിടത്ത് മാത്രമേ ഈ കേസിൻ്റെ ക്രക്സ് അല്ലെങ്കിൽ ഈ കേസിൻ്റെ ഇത് അവസാനിക്കുള്ളൂ. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അത് വളരെ കൃത്യമാണ്. കാരണം ഇല്ലാത്ത ഒരു സേവനത്തിനാണ് വീണയ്ക്ക് ഈ 2.25 കോടി രൂപ എക്സാലോജിക്കിന് ലഭിക്കുന്നത് CMRL നിന്നും. അപ്പോൾ വളരെ കൃത്യമാണ് ഈ കാര്യങ്ങൾ. വീണ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എടുത്തു നോക്കുകയാണെങ്കിൽ വീണയ്ക്ക് CMRL ഇത്തരത്തിൽ പണം നൽകേണ്ട യാതൊരു സാഹചര്യവുമില്ല. അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ് വീണയ്ക്ക് ഈ വലിയ സൗജന്യം നൽകിയത് എന്നത് വളരെ കൃത്യമാണ്. ED ആ രീതിയിൽ കേസിനെ സമീപിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പിണറായി വിജയനിലേക്ക് ഈ ചോദ്യം ചെയ്യലോടെ തന്നെ വളരെ കൃത്യമായി അന്വേഷണം ചെന്നെത്തുന്നത് പിണറായിയിലേക്ക് ആയിരിക്കില്ലേ? ഇതിൻ്റെ ഈ കേസിൻ്റെ അന്വേഷണം ചെന്നെത്തേണ്ടത് പിണറായി വിജയനിലാണ്. പിണറായി വിജയൻ മാത്രമല്ല, പിണറായി വിജയനോടൊപ്പം കേരളത്തിൻ്റെ തീരദേശത്തെ കൊള്ള ചെയ്യാൻ ഒത്താശ ചെയ്തു കൊടുത്ത രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആരൊക്കെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അവിടെയെല്ലാം എത്തണം. മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, 1996 മുതൽ കഴിഞ്ഞ 30 വർഷക്കാലം പിണറായി വിജയൻ അധികാരത്തിലാണ്. 96 അദ്ദേഹം കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയാണ്. ആ കാലത്താണ് നമുക്ക് ലാവലിന് ഉൾപ്പെടെയുള്ള കേസുകൾ ഇവിടെ ഉണ്ടായത്. ലാവലിന് അഴിമതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടത്. UPA ഭരണകാലത്ത് 2013 പിണറായി വിജയനെ കുറ്റമുക്തനാക്കിക്കൊണ്ട് തന്നെ CBI ആ കേസ് തലയൂരാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാര്യം തീർത്തു പറയാം, എനിക്ക് ബോധ്യമുള്ളൊരു കാര്യം, SLC ലാവലിൻ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്നും വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് വിദേശ ബാങ്ക് ഇടപാടുകൾ നടന്നിട്ടുള്ള ആ അക്കൗണ്ടിലേക്ക് പണം എത്തിയിട്ടുണ്ട്. മാത്രമല്ല, പിണറായി വിജയൻ്റെ വിദേശ യാത്രകളെക്കുറിച്ചും പിണറായി വിജയൻ്റെ 2 മക്കളുടെയും ഭാര്യയുടെയും അക്കൗണ്ടുകളെ സംബന്ധിച്ചും വളരെ വിശദമായി തന്നെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി തന്നെ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് CMRL എന്ന് പറയുന്നൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ തുടങ്ങിയ ഒരു അന്വേഷണമാണെങ്കിലും ആ അന്വേഷണം ഇപ്പോൾ ആ CMRL കമ്പനിയുടെ ഒപ്പം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വീണ വിജയൻ എത്തിയിട്ടുണ്ടെങ്കിൽ വീണ വിജയൻ ഇപ്പോൾ ED അന്വേഷിക്കുന്ന കേസ് PML ആക്ട് പ്രകാരമാണ്, മണി ലോണ്ടറിംഗ് ആണ്. അപ്പോൾ ആ സാമ്പത്തിക തിരിമറി കുറ്റം അന്വേഷിക്കുമ്പോൾ തീർച്ചയായും ഈ സാമ്പത്തികം ആർക്ക് വേണ്ടി കൈപ്പറ്റി, എന്തിനു വേണ്ടി കൈപ്പറ്റി എന്നുള്ള ചോദ്യത്തിന് പിണറായി വിജയൻ എന്നുള്ള ഒരൊറ്റ ഉത്തരമേ വീണയ്ക്ക് പറയാൻ കഴിയൂ, മറ്റൊരു ഉത്തരവും വീണയ്ക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണത്തിന് അടുത്ത ഘട്ടത്തിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മാത്രവുമല്ല അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഈ CMRL ഈ കേന്ദ്ര ഉത്തരവ് മറികടന്നുകൊണ്ട് അനേകായിരം കോടി രൂപയുടെ കരിമണൽ ഇടപാടാണ് നടത്തിയത്. കാരണം കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമമുണ്ട്, 3% കൂടുതൽ ധാതുമണൽ സാന്നിധ്യമുള്ള ഈ മണൽ
സ്വകാര്യ കമ്പനികൾക്ക് നൽകരുത് എന്ന് പറയുന്ന ഒരു കേന്ദ്ര നിയമമുണ്ട്. ആ കേന്ദ്ര നിയമം അനുസരിച്ച് CMRന്റെ ലൈസൻസ് വർഷങ്ങൾക്ക് മുൻപേ റദ്ദാക്കപ്പെടേണ്ടതായിരുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആ ലൈസൻസ് 4 വർഷത്തോളം നിർബാധം തുടരുകയാണ് ഉണ്ടായത്. അപ്പോൾ വളരെ കൃത്യമായി അധികാര ദുർവിനിയോഗം നടത്തി ഈ ലൈസൻസ് അതേപടി നിലനിർത്തി CMRLനും കരിമണൽ കർത്താക്കും ഈ കോടികൾ സമ്പാദിച്ച് നൽകാൻ വേണ്ടി മുഖ്യമന്ത്രി പ്രത്യക്ഷമായും പരോക്ഷമായി ഇടപെട്ടതിന്റെ ഒരു സാഹചര്യം കൂടി ഈ കേസിൽ ഇല്ലേ? രണ്ടായിരത്തി 19 കേന്ദ്ര സർക്കാർ ഇത്തരത്തിലുള്ള മുഴുവൻ ഖനനവും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് മാത്രം നടക്കാവൂ എന്ന് പറഞ്ഞ് കൊടുത്തത്. അതിനുശേഷം 2019, 20, 21, 22, 23 ഡിസംബർ മാസം 13-ാം തീയതി ഞാൻ കേരള ഹൈക്കോടതിയിൽ ഞാൻ ഇത് സംബന്ധിച്ച് ഹർജി ഫയൽ ചെയ്തതിൻ്റെ 6-ാമത്തെ ദിവസമാണ് ഈ ലൈസൻസ് ക്യാൻസലാക്കാൻ പിണറായി വിജയൻ തയ്യാറായത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2018 മുതൽ തോട്ടപ്പള്ളി സ്പിൽവേക്ക് മുമ്പിൽ അടിഞ്ഞിട്ടുള്ള മണൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് അത് ഇറിഗേഷൻ വകുപ്പിനെ കൊണ്ട് ടെൻഡർ ചെയ്യിപ്പിച്ചു 364 രൂപയ്ക്ക്. 15,000 രൂപയിലധികം M³ വിലയുള്ള കരിമണൽ 364 രൂപയ്ക്ക് ടെൻഡർ ചെയ്യിപ്പിച്ച് അവിടെ നിന്ന് ആ മണൽ കടത്തിയിട്ടുണ്ട്. മണൽ മോഷണം അവിടെ നടന്നിട്ടുണ്ട്. മാത്രമല്ല ഇതിനെതിരെ പ്രതികരിച്ചിട്ടുള്ള ഒരു വ്യക്തി ഇന്നും കാണാമറയത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. പക്ഷേ ആ മനുഷ്യനെ ഇപ്പോൾ കാണാനില്ല. അവിടെ അയാൾ കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ആളുകൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ ഇനി അന്വേഷണം പോകേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണത്തിന് ശേഷം ഇവിടെ ഇതിൻ്റെ ഈ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ള കർത്തയുടെ ഡയറിയിൽ ഉൾപ്പെട്ടുള്ള പേരുകളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. കാരണം ആ പേരിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ 1 ലക്ഷമോ 2 ലക്ഷമോ പോട്ടെ, 10 ലക്ഷമോ പോട്ടെ എന്ന് നോക്കാം. പക്ഷേ ഇപ്പോൾ 25 ലക്ഷം 50 ലക്ഷം 50 ലക്ഷം ഇത് എൻട്രിയുള്ള ആളുകളെ ഒന്ന് വിളിച്ച്, അതും മുമ്പ് അധികാര സ്ഥാനത്തും മന്ത്രിസ്ഥാനത്തും ഇരുന്ന ആളുകളെ തീർച്ചയായിട്ടും നമ്മൾ വിളിച്ചു വരുത്തി അന്വേഷണം നടത്തേണ്ടതായിട്ട് തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞ കാലങ്ങളിൽ ആരൊക്കെയാണ് കേരളത്തിൻ്റെ തീരദേശത്തെ വിറ്റതെന്ന് നമുക്കറിയാൻ അത് ആ അന്വേഷണം ഉപകരിക്കും. മാത്രമല്ല 2 കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ചില ആളുകൾ ഇവരുടെ ഇന്ന് പണം മേടിച്ചിട്ടുണ്ട്, പാർട്ടിക്ക് വേണ്ടി ഞങ്ങൾ സംഭാവന മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ആ മേടിച്ചിട്ടുള്ള ആളുകൾ റെസിപ്റ്റ് കൊടുത്തിട്ടുണ്ടോ? ആ മേടിച്ചിട്ടുള്ള ആളുകൾ അതിൻ്റെ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടോ? അവർ 20 ലക്ഷം രൂപയിൽ കൂടുതൽ വാങ്ങിക്കുമ്പോൾ അത് ക്യാഷായിട്ട് വാങ്ങിക്കുന്നതിനുള്ള നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ? മാത്രമല്ല അവരങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ക്യാഷായിട്ടാണ് വാങ്ങിച്ചതെങ്കിൽ അവർ കൈപ്പറ്റിയിട്ടുള്ള പണം 200 കോടി രൂപ CMRLൻ്റെ ഷെയർ ഹോൾഡേഴ്സിനെ വഞ്ചിച്ച പണമാണ്. അപ്പോൾ മേടിച്ച പൈസ അവർ തിരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം സെക്ഷൻ 212 അനുസരിച്ച്, കമ്പനീസ് ആക്ട് അനുസരിച്ച് ഞാൻ കൊടുത്ത പരാതി പ്രകാരം ഡിസ്ചാർജ്മെൻറ്റ് ഓഫ് അസറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. തട്ടിപ്പ് നടന്ന പണം തിരികെ പിടിച്ച് അത് ഷെയർ ഹോൾഡേഴ്സിനെ ഏൽപ്പിക്കുക. അതിൽ 26 കോടി രൂപ നഷ്ടം വന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനാണ്. വീണയുടെ കയ്യിൽ നിന്ന് അതുവഴി പിടിച്ചെടുക്കേണ്ടത് 2,86 ലക്ഷം രൂപ അക്കൗണ്ട് ത്രൂ കൊടുത്ത് തന്നെ പിടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അത് അക്കൗണ്ട് ഇല്ലാതെ വീണയും പിണറായി വിജയനും കൈപ്പറ്റിയ തുക അതിൽ ആ ഡയറിക്കകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ തുക വീണയുടെയും അതുപോലെ പിണറായി വിജയൻ്റെയും സ്വത്ത് കണ്ടുകെട്ടി തന്നെ അത് തിരികെ പിടിക്കേണ്ടതായിട്ടുണ്ട്, ആ കമ്പനിയിലിട്ട് എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേസിൻ്റെ നാൾ വഴികളിൽ ഇനിയും ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് ഈ കേസിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. മാത്രമല്ല, അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 182 കോടി രൂപയുടെ ഒരു തിരിമറിയാണ് CMRL നടത്തിയത്. അതാണ് യഥാർത്ഥത്തിൽ EDക്ക് മുന്നിലുള്ള വലിയൊരു കേസ് എന്ന് പറയുന്നത്. ഇതിൽ ഭാഗഭാക്കായ ആളുകൾ, ആ 2 പേർ ഇന്ന് സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗമാണ്. ഒന്ന് ആഭ്യന്തരമന്ത്രിയാണ്, ഒന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ അവരിലേക്ക് കൂടി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നീങ്ങേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? അല്ല, അത് ഏത് ഘട്ടത്തിലാണ് നീങ്ങുന്നത്, അല്ലെങ്കിൽ ഏത് സമയത്താണ് അവരെ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള EDയുടെ നീക്കങ്ങൾ എന്താണ്, ഇതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഡയറിയിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരവും പുറത്ത് വന്നിട്ടില്ല, എനിക്ക് ഔദ്യോഗികമായി കോടതിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല, പക്ഷേ പുറത്ത് വന്നിട്ടുള്ള രേഖകൾ പ്രകാരവും വളരെ ഇതായിട്ട് പറയട്ടെ, കോടിക്കണക്കിന് രൂപ ഇവരെല്ലാം കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതും EDയുടെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ ആത്മാർത്ഥം ഉണ്ടെങ്കിൽ അദ്ദേഹം ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയാണ്.
ഫേക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്തതിന് SFIയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രകാരം സേവനം നൽകാതെ GST അടച്ചു എന്ന് പറയുന്നൊരു ക്രൈമാണ്. പണ്ട് മന്ത്രി P. രാജീവ് ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ, ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ വലിയ കൊട്ടിക്കൊഴിച്ച് വീണ GST അടച്ചിട്ടുണ്ട് എന്ന് കേരള നിയമസഭയിൽ മറുപടി പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ പറയട്ടെ, GST അടച്ചിട്ടുണ്ട് എങ്കിൽ അതൊരു ഒഫൻസാണ്. അത് കൃത്യമായി പണിഷബിൾ ഒഫൻസാണ്. കാരണം ഫേക്ക് ഇൻവോയ്സ്, സേവനം നൽകാതെ ഫേക്ക് ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ഒരു പണം കൈപ്പറ്റി അതിൻ്റെ GST അടച്ചിട്ടുണ്ടെങ്കിൽ ആ GST റിട്ടേൺ പ്രകാരം അവർക്ക് വന്നിട്ടുള്ള പണം യഥാർത്ഥത്തിൽ സർക്കാരിനെ കബളിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ക്രിമിനൽ ഒഫൻസാണ് ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഈ കാര്യത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഇപ്പോൾ GST ആക്ട് പ്രകാരം ശ്രീ വീണ വിജയനെതിരെ ക്രിമിനൽ നടപടി ഇനിഷ്യേറ്റ് ചെയ്യാവുന്നതാണ്. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് നമുക്കൊന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ED നടത്തിയ ചോദ്യം ചെയ്യലുകൾ വളരെ നിർണായകമാണ്. ഈ CMRLന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെയെല്ലാം ചോദ്യമുനയിലേക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ടായി. സ്വാഭാവികമായും എന്തിനാണ് വീണയ്ക്ക് പണം നൽകിയത് എന്നുള്ള ചോദ്യം ഉണ്ടാകും. അതിനവർക്ക് ഏത് രീതിയിൽ മറുപടി പറയാൻ കഴിയും? ഒരു ചെറിയൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനൊക്കെ ഈ 2.25 കോടി രൂപയൊക്കെ വേണ്ടി വരുമോ എന്നുള്ള ചോദ്യമൊക്കെ വളരെ കൃത്യമായി അവരുടെ മുന്നിലുണ്ട്. മാത്രമല്ല, CMRLന്റെ ചില ഒഫീഷ്യൽസ് വളരെ കൃത്യമായി EDക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഒരു സേവനവും നൽകാതെയാണ് വീണ ഇത്തരത്തിൽ ഈ പ്രതിഫലം കൈപ്പറ്റിയത് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ വീണയ്ക്ക് പണം നൽകിയ ആളുകൾക്ക് മുഖ്യമന്ത്രിയിൽ നിന്ന്, സർക്കാരിൽ നിന്ന് ഏതെങ്കിലും വഴിവിട്ട സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതല്ലേ ED യഥാർത്ഥത്തിൽ ഇപ്പോൾ പരിശോധിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിണറായിയിലേക്ക് തന്റെ കാര്യങ്ങൾ എത്തണ്ടേ? തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ പിണറായി വിജയൻ കടന്നു വന്നേ പറ്റൂ. കാരണം ഇത് എന്തിനു വേണ്ടി ഇത് കൈപ്പറ്റി, എന്തിനു വേണ്ടിയാണ് വീണ ഈ ഫ്രോഡ് ചെയ്തത്, ആ ചോദ്യം അവിടെ അവശേഷിക്കല്ലേ. കേരളത്തിലിപ്പോൾ ഈ വീണയുടെ കമ്പനി സേവനം ചെയ്യാതെ ഈ CMRL കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയെന്ന് മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. എന്തിനു വേണ്ടിയാണ് അവർ ഈ വീണയ്ക്ക് പൈസ കൊടുത്തത്? ചുമ്മാ ആർക്കും പൈസ കൊടുക്കില്ലല്ലോ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് അവർ പൈസ കൊടുത്തത്? കേരളത്തിലെ കരിമണൽ കടത്താൻ വേണ്ടി, അത് കൊള്ള ചെയ്യാൻ വേണ്ടി, അതിന് ഒത്താശ ചെയ്തു കൊടുക്കാൻ വേണ്ടി പിണറായി കൊടുത്ത പൈസയാണ് മകൾ വീണ വഴി എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ച് അതിന്മേൽ നടപടി സ്വീകരിക്കുമ്പോൾ പിണറായി വിജയൻ ഈ കേസിൽ പ്രതിയാവും. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഷോൺ ജോർജ്. അങ്ങ് നിയമ പോരാട്ടം തുടരുക. ഏതായാലും ഈ ഒളിച്ചുകളിക്കൊടുവിൽ EDക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് വീണ വിജയൻ. ഇനി ഈ കേസന്വേഷണം നീളേണ്ടത് പിണറായി വിജയനിലേക്കാണ് എന്ന് വളരെ കൃത്യമായി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു വെക്കുകയാണ്. കാരണം വീണയല്ല ഈ കേസിലെ യഥാർത്ഥ പ്രതി എന്ന് പറയുന്നത് അനർഹമായി ആനുകൂല്യങ്ങൾ ഒരു കരിമണൽ ലോബിക്ക് വേണ്ടി നൽകിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. ആ പിണറായി വിജയനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് മകൾ വീണയുടെ അക്കൗണ്ടിലേക്ക് 2.25 കോടി രൂപ CMRL നൽകുന്നത്. ഇതിൻ്റെ എല്ലാം വിശദമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നത്. വളരെയധികം നന്ദി അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.